ഉണ്ടാക്കാൻ പോകുന്നത് നാട്ടിലുണ്ടാക്കുന്ന ഒരു രസം, കേരള സ്റ്റൈലിലുള്ള രസമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പരിപ്പ് വേവിച്ചിട്ട് കുക്കറിൽ നമ്മൾ സൈഡിൽ വെച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു നെല്ലിക്കോളം പുളിഞ്ഞെടുത്തിട്ട് നമ്മുടെ വാളംപുളിയിലെ കറുത്ത പുളി എടുത്തിട്ട് നമ്മൾ കുഞ്ഞൊരു വട്ടിയിൽ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ വെക്കണം. കാരണം അത് അതിൽ മെൽട്ടായിട്ട് കിട്ടണം. അതുകൊണ്ട് അത് നമ്മൾ ആദ്യം ചെയ്ത് വെക്കണം. പുളിഞ്ഞ് അതിൽ നന്നായിട്ട് ഇതാവണം പിഴിയണ സമയത്ത്. പിന്നെ നമ്മുടെ ഈ കാണിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അതിന് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. തക്കാളി മല്ലിയിലയും ഇട്ടിട്ട് രസം ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളിയാണ്. കാരണം ഞാൻ എന്താ പറയുക, കാരണം വെച്ചാൽ ഇനിയിപ്പോൾ വരിക ചിലപ്പോൾ വെളുത്തുള്ളിയാവില്ല, വെളുത്തുള്ളിയാണ് ഇനി വരും വെളുത്തുള്ളി. ഇനി നമ്മളൊരു 10 വെളുത്തുള്ളി കുക്കറിൽ ഇടുന്നുണ്ട്. കാരണം പരിപ്പിൻ്റെ കൂടെ നമ്മളത് വേവിച്ചെടുക്കും. തക്കാളി പരിപ്പും വെളുത്തുള്ളിയും കൂടി നമ്മൾ വേവിച്ചെടുക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ തക്കാളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെറുക്കി വെക്കും. അപ്പോൾ അവരെല്ലാം അത് കഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതിനൊന്ന് സ്മാഷ് ചെയ്തിട്ടാണ് ഇതിൽ ചേർത്താൻ പോണത്. തക്കാളി നമ്മൾ കഷ്ണമാക്കിയിട്ട് അതിലിടും. കുഞ്ഞു കഷ്ണമാക്കിയിട്ട് നമ്മൾ അതിലിടണം. വെളുത്തുള്ളി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ കഷ്ണമാക്കിയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. 3 തക്കാളി വേണമെന്നൊന്നുമില്ല, 1-2 തക്കാളി ആയാലും മതി. നമ്മളിടാൻ പോകുന്നത് 2 തക്കാളിയാണ്, അല്ല 1 തക്കാളിയാണ്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുക്കർ അടച്ചിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലിടും നമ്മൾ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലിടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് പരിപ്പിൻ്റെ കളർ ഒരു മഞ്ഞ കളറാവാൻ വേണ്ടിയിട്ട് നമ്മളതിനെ അടച്ചിട്ട് കുക്കർ നമ്മൾ ഗ്യാസിലേക്ക് വെക്കണം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഗ്യാസ് കത്തിക്കണം നമ്മൾ, എന്നിട്ട് ഗ്യാസിൽ നമ്മൾ വെക്കണം. ഇനി അടുത്തൊരു സ്റ്റെപ്പും കൂടിയാണ്, അതാണ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ചു. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ഒരു വിസിൽ വരും. ഒരു വിസിൽ വന്ന് നമ്മൾ ഓഫ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് മെയിൻ പരിപാടി. മിക്സി എടുക്കുന്നു. നമ്മൾ അതിൻ്റെ ജാറെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് കുരുമുളക്, കുറച്ചല്ല ഒരു 10-30 കുരുമുളകിൻ്റെ മണി നമ്മളതിലിടണം. കുരുമുളകാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കുരുമുളക് എടുത്ത ശേഷം നമ്മളിടാൻ പോകുന്നത് അടുത്തത് ജീരകമാണ് നമ്മൾ കുറച്ചിടാൻ പോകുന്നത്. ജീരകം, കുരുമുളക്, വെളുത്തുള്ളിയാണ് മെയിൻ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ, കൊത്തമല്ലിയുടെ പൊടി, മുളക് പൊടി ഇട്ടു നമ്മൾ കളറിന് വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി അവിടെ ഇട്ട് വെച്ചതാണല്ലോ പരിപ്പിൽ, അതുകൊണ്ട് നമ്മളവിടെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് വെളുത്തുള്ളി വീണ്ടും നമ്മളിതിൽ ചതക്കുന്നതിനും വെളുത്തുള്ളി ഇടും കേട്ടോ. മറ്റൊരു 10 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഇനി ഇതിൽ നന്നായിട്ട് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് അടയ്ക്കുകയാണ്, അടയ്ക്കുകയാണ് അടുപ്പ്. ഇതാണ് നല്ല ഇത് വരും. ഇനി അത് അവൾ അടച്ചു വന്നു. നമ്മളതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആവും അത് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കുക്കറിന് വിസിൽ വന്നു കേട്ടോ, അത് നമ്മൾ ഓഫ് ചെയ്തേ. സൈഡിലൊരു തക്കാളി നമ്മൾ എടുത്ത് വെച്ചിരുന്നതിലൊരു തക്കാളി, കുറച്ച് മല്ലിയില, കരിവേപ്പില, ഇത് നമ്മൾ അരിഞ്ഞോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചു. കടുകിട്ട ശേഷം കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കരിവേപ്പില മറ്റും. അപ്പം നമ്മൾ ഈ മിക്സിയിൽ പൊടിച്ച് വെച്ചതൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കരിവേപ്പിലയും ഇതൊക്കെ നമ്മൾ സൈഡിലൂടെ വെക്കണം. കാരണം എന്താ വെച്ചാൽ കടുക് പൊട്ടിത്തെറിച്ച ഉടനെ നമ്മൾ പരിപാടി ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ആ കടുക് അതിലിരുന്നിട്ട് നശമാവും. അപ്പം ഇത് നമ്മുടെ കടുക് അവിടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച ഉടനെ അത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ സൈഡിൽ തന്നെ വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, കടുക് പൊട്ടിത്തെറിക്കുന്ന സ്ലോ മോഷനാണ്. കടുക് പൊട്ടിത്തെറിച്ച ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, കരിവേപ്പില നന്നായിട്ട് നമ്മൾ കഴുകി വെള്ളത്തിലെടുത്ത് കഴുകിയ കരിവേപ്പില നമ്മളിങ്ങനെ ഊരിയെടുത്ത് അതിലിടണം. കടുകിൽ നമ്മളത് ഇട്ട ശേഷം അതും ഒന്ന് ചടപടാന്ന് പൊട്ടിത്തെറിക്കണം. പിന്നെ നമ്മളിടാൻ പോകുന്നത് നമ്മളുടെ അരച്ച് വെച്ച പേസ്റ്റ്. അപ്പോഴേക്കും അവിടെ അവൻ വന്നിട്ട് നോക്കിയതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അവിടെ വന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞ് ഈ പേസ്റ്റ് അതിലിടണം. അപ്പോൾ ഈ പേസ്റ്റ് അതിലിടുമ്പോൾ എണ്ണയിൽ അതിങ്ങനെ ഒരു മൊരിയുന്ന നല്ലൊരു സ്മെല്ല് വരും. ഈ കുരുമുളക്, വെളുത്തുള്ളി, ജീരകം, മല്ലിപ്പൊടി, അതൊക്കെ ആ സ്മെല്ല് വരുമ്പോൾ നമ്മൾ തക്കാളി ഇടണം. തക്കാളി ഇട്ട ശേഷം നമ്മളൊന്ന് ഷാലോ ഫ്രൈ പോലെ ഒന്ന് സ്ലോയിലാക്കി വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇളക്കണം. കാരണം തക്കാളിക്ക് ഒരു പച്ച ചുവ മാറിയിട്ട് ഒന്ന് വാടിയ പോലെ ആ തക്കാളി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ആക്കിയ ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മളുടെ പരിപ്പ്, ആ പരിപ്പിൽ നമ്മൾ വേവിക്കുമ്പോൾ തക്കാളിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ തക്കാളിയും വെളുത്തുള്ളിയും നമ്മൾ പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അരയ്ക്കും. കാരണം ആ തക്കാളി അങ്ങനെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടികൾ പെറുക്കി വെക്കുന്നതുകൊണ്ട് ആ
തക്കാളി നമ്മളൊന്ന് ചതയ്ക്കുന്നുണ്ട്, ഒന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്യും. ഇത് നന്നായിട്ട് ഷാലോ ഫ്രൈ ആയ ശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച തക്കാളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. തിളപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പുളിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതും നമ്മളിതിൽ പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി മിക്സാക്കി നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വെട്ടി തിളച്ച് ഒരു നല്ലൊരു രസത്തിൻ്റെ പരുവാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും നിങ്ങൾക്ക്. അതാണ് നാടൻ രസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് ഇങ്ങനെ വരണം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ആ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചിട്ട് മക്കളെ. ഇനി നമ്മൾ ആ പരിപ്പ് വെന്ത പരിപ്പാണ് അതിൽ ഒഴിക്കുകയാണ്. ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. നിങ്ങളിങ്ങനെ നിങ്ങൾ മെല്ലെ കാണുമ്പോൾ നിങ്ങൾക്കതിന് ചെയ്യുന്ന ആൾക്കാർക്ക് ഈസി എന്താ ഇത് കണ്ടുകൊണ്ട് ചെയ്തു പോലെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ്. ഇനി നിങ്ങൾ നോക്കുമോ, അത് ഞാൻ പറഞ്ഞ് തന്നെ മിക്സിയിൽ അത് അരയ്ക്കാൻ പോയതാണ് സംഭവം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി. അവളത് ചെയ്ത് വരുമ്പോൾ കുറച്ച് പിന്നിലായി, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് സംഭവം കിട്ടുക ഒരു സൂപ്പർ നാടൻ ടേസ്റ്റുള്ള ഒരു പ്രത്യേക തരം രസമാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രസത്തിനും നല്ല വ്യത്യാസമുള്ളൊരു രസമാണത്. ഒരു 8-10 പേർക്ക് സെർവ് ചെയ്യാം ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ. എന്നാലും ഇതാ നമ്മൾ നോക്കിയേ, ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഇതിന് കുറച്ച് പണിയുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്നായി. നമ്മളിത് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഓരോ സ്റ്റെപ്പിൽ ഇത് സ്ലോ ആക്കിയിട്ടുള്ളത് അടച്ചു വയ്ക്കും. പിന്നെ നന്നായി വെട്ടി തിളയ്ക്കും. ഉപ്പിടാൻ മറക്കരുത്. ഉപ്പ് പാകത്തിന് ഇടണം, കൂടാനും കുടയാനും പാടില്ല. കാരണം പുളി ഒഴിക്കുന്നതല്ലേ, അതുകൊണ്ട് നന്നായിട്ട് അത് വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് പുളിപ്പഴാണ് കേട്ടോ ഒഴിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇത് വീഡിയോ ചിലപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ചിലവരുടെ പറച്ചിൽ ശരിയാവും, ചിലവരുടെ പറച്ചിൽ കുറച്ച് വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. നമ്മൾ നല്ല വീഡിയോ ഒന്നും പിടിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറെ ശല്യം ചെയ്യാൻ നമ്മുടെ കുറെ കിടക്കാച്ചികൾ 4 പുറം ഇരിക്കുന്നുണ്ട്. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാളും കൂടുതൽ തന്നെ ഇത് കണ്ടു. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ലുക്ക് കാണുന്നില്ല, അത് തിളച്ച് വരുന്ന നോക്കും നടുവിൽ, അതാണ് നമ്മുടെ രസം. അപ്പോൾ ആ വീട് മുഴുവൻ ആ രസത്തിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും, ആ ഒരു എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്മെല്ല്. അതെന്താ പുളി, അത് പുളിയല്ല കേട്ടോ, അത് നമ്മൾ പുളി ഓൾറെഡി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് ഇരിക്കൊണ്ടാണ് പുളിയില്ല, അപ്പോൾ കുറച്ചും കളയണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും കുറച്ച് വെള്ളം അതിൽ ഒഴിച്ച് അവൾ ഒഴിച്ചതാണ്. ഇപ്പോൾ കണ്ടോ ആ പാത്രം മുഴുവൻ നിറഞ്ഞ് രസം. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക സെപ്പറേറ്റ് പരിപാടിയൊന്നും നമുക്കില്ല. നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇടുന്നു. നന്നായി തിളച്ച് വരുന്ന രസം നമ്മൾ സെർവ് ചെയ്തു. ഈ സ്മെല്ലാണ്